ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? ഞാനിതാ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നതേ കേട്ടോ. നല്ല കിളികളുടെ സൗണ്ട് തന്നെയാണ്, കാരണം ഇങ്ങനെ നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഡയാനനെ തുറന്നു വിട്ടിരിക്കും കേട്ടോ. രാവിലെ നീച്ചത് ആളും തുറന്നു വിടും കേട്ടോ. അപ്പോൾ ആളൊന്ന് പുറത്ത് ഒന്ന് സർക്കിട്ടിന് പോയത്. അപ്പോൾ അവളെ കൂട്ടി കയറ്റാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ ആൾക്കുട്ടി നല്ല ഉറക്കമാട്ടോ. എന്താ അറിയില്ല കേട്ടോ, നല്ല തണുപ്പ് തന്നെയാണ്. മഞ്ഞൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മഴ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നമ്മുടെ വണ്ടിയൊക്കെ ആയി നോക്കിയാലും ഫുള്ള് ഇങ്ങനെ മൊത്തം നനഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ മഞ്ഞും തണുപ്പൊക്കെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. രാവിലെ എന്തായാലും പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സെറ്റ് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ഇത്ര നേരം സെറ്റിലായിരുന്നില്ല, സെറ്റൊന്ന് ഊഴിയതാണ്. അപ്പോൾ എന്തായാലും രാവിലെ എണീച്ചത് ഈ ഒരു തണുപ്പത്തിൽ ചായ കുടിക്കാതിരുന്ന ശരിയാവില്ല. അപ്പോൾ എന്തായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചായ കുടിയൊക്കെ കഴിഞ്ഞു. എന്തായാലും ആവണിക്കൂട്ടി നല്ല ഉറക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വെച്ചാൽ, കാരണം ഇന്നും നമുക്ക് പണിക്ക് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏലക്ക പറിക്കലിൻ്റെ പണി തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചെറിയ രീതിയിൽ പുക പോകുന്നത് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് പറഞ്ഞാൽ പുറത്തടുപ്പിലേ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വെള്ളം തിളയ്ക്കുന്നതേ ഉള്ളൂ, കത്തിച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടൊന്നും നല്ല തണുപ്പാന്ന് പറയാം. തണുപ്പുള്ള ദിവസങ്ങളിൽ തീ പിടിപ്പിക്കാനായിട്ട് എനിക്ക് നല്ല ടാസ്ക്. എന്തായാലും ഒരു വിധത്തിലൊക്കെ നമ്മൾ തീയൊക്കെ കത്തിച്ച് അടുപ്പിൽ വെള്ളമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ സഹായത്തോടെയായിട്ട് വെള്ളം വെച്ചത്, കാരണം ഇവിടെ വലിയ കലത്തിലാണ് വെള്ളം വെക്കുന്നത്. കാരണം പണിക്ക് ഇന്ന് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന കലം യൂസ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ വലിയൊരു കലത്തിലായിട്ട് വെള്ളമൊക്കെ കയറ്റി വെച്ചിട്ടില്ല. എന്നാലും വെള്ളം ഞാൻ അവിടെ നിന്ന് തിളച്ചിട്ട് നമുക്ക് അരിയൊക്കെ ഇടണം. അതേപോലെ തന്നെ കറി വെക്കാനും അതിന് ബാക്കി കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ. അപ്പോൾ ആണിക്കുട്ടി ഉറങ്ങുന്ന അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും എന്നിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ എന്തായാലും ഞാൻ നമ്മുടെ ഡയാനേനെയൊക്കെ ഇവിടെ കൂട്ടിൽ കയറ്റിയിട്ടില്ലേ. അപ്പോൾ അതവിടെ നോക്കുക കേട്ടോ. കൂട്ടിലങ്ങനെ കിടക്കുമൊന്നും ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലെ നീച്ചിട്ടായാലും അതുപോലെ തന്നെ എപ്പോഴായാലും നമ്മുടെ ഗാർഡനിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. അതായത് ഈ ഒരു പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് ഇപ്പോൾ നോക്കി ഫുള്ള് ഇങ്ങനെ മഞ്ഞ് കണങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തൊടുമ്പോൾ ഇത് പിന്നെ നല്ല കൊണ്ട പോലെ എന്താ പറയുക, നമ്മുടെ തെച്ചിയൊക്കെ ആ ഒരു സെറ്റപ്പ് നല്ല കൊണ്ടയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കളയുകയാണ്, കാരണം നന്നായിട്ട് വിരിഞ്ഞ് അതിൻ്റെ അടുത്ത് ഫുള്ള് തീർന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഉണങ്ങി പോയിട്ട്. അപ്പോൾ അത് നമ്മൾ കൈയോടെ ഒടിച്ച് കളയുകയാണെങ്കിൽ പുതിയൊരു തളിർപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ പൊട്ടിച്ച് കളയാമെന്ന് വിചാരിച്ച്. അതേപോലെ ഇതൊക്കെ നമ്മളിതേപോലെ പൊടിച്ച് കളഞ്ഞാൽ നമുക്ക് അടുത്തത് അതിൽ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞു എന്ന് പറയട്ടെ. അതായത് വിരിഞ്ഞ് അതിന് കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലൂ കളറാകുമ്പോഴായിട്ട് ഒരു പക്ക അങ്ങനെ വിരിഞ്ഞ് സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി ഈ ഒരു കളറിലേക്ക് വരുമ്പോഴത്തേനും പിന്നെ അതിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഒന്ന് നന്നായിട്ട് ഒടിച്ച് വിടുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂവ് അവിടെ അങ്ങനെ സീസണോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫുൾ ടൈം ഇത് നമുക്ക് പൂവിടാം. കാരണം വേറെ ഒന്നുമില്ല, ദിവസം ഒരു കൊണ്ടയിടയിൽ തന്നെ ഒരുപാട് എന്താ പറയുക മാസങ്ങളോളം നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലവർ. ഇതിൻ്റെ ഇടയിൽ ഇനി താഴേക്കൊക്കെ ഉണ്ട് നമുക്ക് ഒടിച്ചു വിടാനായിട്ട്. അതൊക്കെ ഇങ്ങനെ കൈയോടെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പരിപാടിയും കഴിയല്ലോ. അപ്പോൾ രാവിലെ എപ്പോഴും ഗാർഡനിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ അങ്ങ് ചെയ്യും കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, പക്ഷെ കാണാൻ നല്ല ലുക്കാണല്ലേ ഈ ഒരു ഫ്ലവർ. കുറച്ചുകൂടി ഉണ്ടല്ലോ, ഞാൻ അതുകൂടി ഒന്ന് ഒടിച്ച് സെറ്റാക്കി വെക്കാം. എന്താണ് എന്താണ് ഒരു സങ്കടം പറിച്ചതാണല്ലോ. ഗാർഡനെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കാണെങ്കിൽ മനസ്സിലാവില്ല. നമ്മൾ രാവിലെ നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു മഞ്ഞ് കണങ്ങളൊക്കെ ഏറ്റി കിടക്കുന്ന ഓരോ പൂവിൻ്റെ ഇതളുകളും കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസമല്ലേ. ഇതിലിങ്ങനെ പല സ്റ്റേജിലായിട്ട് നിൽക്കുക കേട്ടോ ഓരോ ഫ്ലവർ. ഇതൊക്കെ ഇതാ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതിൽ ഒരുപാട് ഇങ്ങനെ വിരിയാട്ടോ. വിരിയും തോറും ഇതിൻ്റെ സൈസ് ഇങ്ങനെ കൂടി അത്യാവശ്യം നല്ല കൊണ്ട പോലെ ആവുക. ആള് എൻ്റെ സൗണ്ട് കേട്ടിട്ട് ബഹളം തുടങ്ങിയിട്ടുണ്ട് അവിടെ. അങ്ങനെ നോക്കി മിറ്റടിക്കാൻ വേണ്ടി ചൂലെടുത്ത് നമ്മുടെ കുട്ടിക്കുറുമ്പി അറിഞ്ഞിരിക്കും കേട്ടോ. ആൾ നീച്ചതാ കരിഞ്ഞും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. ഇൻ്റെയൊക്കെ മുന്നേ നേരത്തെ നീച്ചല്ലോ. ഇൻ്റെയാണ് അത്. അവിടെ നോക്കി ഒരു ഹായ് കൊടുത്തേ. അത് അവിടെ നോക്കി. ഡയാനയാണെങ്കിൽ എൻ്റെ സൗണ്ട് കേട്ട് നല്ല ബഹളമായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ അത് കൂടെ ഓടി ചാടി കളിക്കുവാണേ. ഇനി എന്തായാലും ഇപ്പോൾ തന്നെ കൂട്ടി കയറിയിട്ട്. അപ്പോൾ നമ്മളിവിടെ പുറത്തിറങ്ങുമ്പോഴത്തേനും ആൾക്ക് ഭയങ്കര ബഹളം വെക്കലാണോ, പിന്നെ നമ്മുടെ പുറകെ വരാനൊക്കെ ആയിട്ട്. എന്താണ് ഡയാനനെ അമ്മ തുറന്നു വിട്ടു. ഗുഡ് മോർണിംഗ്. ഇനി എന്തായാലും ഇപ്പം മുറ്റടിക്കുന്ന നടക്കില്ല, കാരണം ആളിപ്പോൾ നീച്ച് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അടിക്കട്ടെ. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വേറെ പണിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ ഇവളെ ഉറങ്ങുമല്ലേ എന്ന് വിചാരിച്ചിട്ട് അടുത്തടുത്ത പണികൾ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. വ്ളോഗ് എടുക്കാമെന്ന്. പിന്നെ വ്ളോഗ് എടുക്കുന്ന സൗണ്ട് കേട്ടാണെന്ന് അറിയില്ല കേട്ടോ. അത് നീച്ചത് സാധാരണ ഇത്ര പെട്ടെന്ന് അങ്ങനെ നീക്കാറില്ല. ഇടയ്ക്ക് ഇങ്ങനെ നീക്കാറുണ്ട്, എന്നാലും ഇത്രയും പെട്ടെന്ന് അങ്ങനെ നീക്കാറില്ല. അല്ല പിന്നെ എന്താണ് തണുപ്പൊന്നുമില്ല. അത് അമ്പടെ നോക്കടാ.
ഡയാനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആളിപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കയറി കയറി, മതി 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 മതി. ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് ഉണ്ടോ? ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറയടാ. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കാരണം എന്തായാലും ഇപ്പോൾ ആളുടെ ഈച്ചല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ അവൾ ആയിക്കഴിഞ്ഞാൽ എന്തായാലും കറി കിട്ടും. എന്നാലും മുഖമൊക്കെ ഒന്ന് കഴിക്കൊടുത്ത് ഞങ്ങൾ ഒന്ന് കുഞ്ഞു പല്ലൊക്കെ തേക്കട്ടെ അല്ലേ? കുഞ്ഞു പല്ല് തേക്കാൻ പോവാം. അപ്പോൾ എന്തായാലും അവളൊന്ന് പല്ലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ, എന്നിട്ട് കാണാം. ബൈ ബൈ. ഓ ബൈ പറയാം. പിന്നെ ഞങ്ങൾക്ക് അറിയാം. ഒരു ഉമ്മ കൊടുക്ക്, ബ്രെയിൻ കിസ് കൊടുക്ക്, ഉമ്മ. എന്തായാലും നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. കാരണം ഞാനിതാ 3 സൈഡിൽ നിന്ന് വിറക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കത്തുന്നുണ്ട്. വെള്ളമാണെങ്കിൽ ഇതാ തിളക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരി ഇടണം കേട്ടോ. കറക്റ്റ് ടൈമിനാണല്ലോ നമ്മുടെ ആവണിക്കുട്ടീനെ ജയിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലും അത് പതുക്കും ഒരു അരി ഇടുന്ന ഒരു ഗ്യാപ്പ് വരെ ഒന്നും അവളവിടെ നിർത്തിയിട്ടേ. അപ്പോൾ അരി ഇടാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരിയൊക്കെ എടുത്തിട്ടില്ല. നമുക്കിനി നന്നായിട്ട് കഴുകിയിട്ടില്ല. പിടിച്ച് വെച്ച് വെള്ളം തന്നെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ എങ്ങാനും കരണ്ട് ഉണ്ടെങ്കിലോ. കരണ്ട് ഇപ്പം അങ്ങനെ വരുന്നില്ല. എന്നാൽ കൂടി എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ എന്തായാലും പിടിച്ച് വെച്ച വെള്ളമാണ് എടുക്കുന്നത്. സാമ്പാറാണ് നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ടൈം ആയിട്ട് ഒരുപാട് കഷ്ണങ്ങൾ പോലെ തന്നെ കുറച്ച് കൂടുതൽ സാമ്പാർ വയ്ക്കുന്നതുകൊണ്ടാണ് നല്ലത് ഇത്രയും ടൈം എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കുറച്ച് ടൈമായി വെച്ചിട്ട്. നന്നായിട്ട് കഴുകാം. ആദ്യത്തെ ഒരു 3 വട്ടം ഞാൻ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നെ ഒരു വട്ടം നന്നായിട്ട് ചൂടുള്ള വെച്ചാട്ടോ കഴുകാറ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പോയി അത് നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ ആളുകൂടി ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആളുടെ കസേരയൊക്കെ ഇട്ട് പതുക്കുന്ന അവിടെ ഇരുത്തിയിരിക്കല്ലോ. പക്ഷെ കരിനാട്ട് വിചാരിച്ചത്. കാരണം അമ്മാന്ന് വെച്ച് കരിഞ്ഞുകൊണ്ടാട്ടോ എണീച്ചിട്ട് വന്നത്. പിന്നെ അരി വെള്ളമാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ പിന്നെ തിളച്ച് മറിയുന്നതുകൊണ്ടേ കറക്റ്റ് ടൈമിൽ ഇട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പുറത്ത് വേറൊരു പരിപാടിയിൽ പോയപ്പോഴത്തേനും നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആളുകുട്ടി എണീച്ചതും. കുഴപ്പമില്ല, ആള് കൗതിരി ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു വരാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുവാണ്. ആളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഒരുപാടൊക്കെ മാറ്റി പിടിപ്പിക്കാനും പറ്റില്ല. കാരണം ഇപ്പോൾ ഇരിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അരിയൊക്കെ ഇട്ടിട്ട് കാണാം. ആ നമ്മ വരുവാ വിളി തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന്. നമ്മളെ പൊന്നെ ഇപ്പൊ വരാട്ടോ. അങ്ങനെ ഇതാ അമ്മയുടെ അരി ഇതിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ല പിന്നെ എന്റെ ബ്രഷ് കയ്യിൽ വെച്ചിട്ടിരിക്കണേ. ബ്രഷിൽ ഒരു തുള്ളി വേവിച്ചാൽ ഒരുപാട് നല്ല ഒരു തുള്ളി അവർക്കൊരു പേരിന് വേണ്ടി ഇച്ചിരി ആക്കിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ അത് വെച്ചിട്ട് പല്ലേക്കാൻ പോവാ അല്ലേ? പല്ലേക്കാ ഇങ്ങനെ പല്ലേക്ക് കാണിച്ചു കൊടുത്തേ. ഓ കുഞ്ഞു ബ്രഷാണോ? 2 ബ്രഷ് ഉണ്ടല്ലേ അവിടെ കുട്ടിക്ക്. തേക്കാം. ഈ കാണിക്ക്. നാണം വന്നോ ഷുട്ടിന്? മൂക്കിൽ തേക്കാനല്ല പല്ലിൽ തേക്കാനല്ലേ? എന്തൊക്കെ കാണിക്കണ്ടല്ലോ. ബാ പല്ലേക്കാ. ആ കാണിക്ക്. ഈ തേക്കാ. മൂടെ ആയില്ലേ പല്ലൊന്നും തേക്കാൻ? മുഖമൊന്നും എണീച്ചപ്പോഴത്തേനും കഴുകി കൊടുത്തു. അപ്പോഴത്തേനും കുറച്ച് ഉഷാറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി പല്ലൂര് തേച്ചാൽ മതി. വാ തേക്കാതാ. നമ്മുടെ കുക്കറിൽ നിന്ന് ആദ്യമൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ വിസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. വിസിലൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പല്ല് തേക്കാം. അമ്മയ്ക്ക് അതിൻ്റെ വേറെ പരിപാടി ഉണ്ടല്ലോ. പിന്നെ തേക്കണ്ട. അപ്പം വേണോ? അപ്പം വേണ്ടേ? ഇതാ അവിടെ നോക്കി പറ. അപ്പം വേണ്ടെന്ന് പറ. അപ്പം വേണോ? അപ്പം അതിലേക്ക് അത്രയും സന്തോഷമാക്കി കഴിക്കണ്ടല്ലോ അല്ലേ? കൊന്തരി എന്തായാലും അവിടെ പല്ലേക്കാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. കാരണം അതാ ബ്രഷ് കൈ കൊടുത്തിട്ട് ബ്രഷ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി വരെ വരുമ്പോഴത്തേന് അവർക്ക് കുടിക്കാതെ വെള്ളം ഞാനിതാ കുപ്പിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 2 സൈഡ് വെള്ളം കൂടി നല്ല കുറവായിരുന്നു. ഞാൻ കുറച്ചാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ രാവിലെ കഴിക്കാൻ വരുന്ന ടൈമിൽ വേണമെങ്കിൽ കുറവാണെങ്കിൽ ആക്കാലോ എന്ന് വിചാരിച്ചാണ്. ആള് ഓരോ കുട്ടികളൊക്കെ കാണിക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മേലാതെ നിർത്തിയിട്ടെങ്കിലും ശ്രദ്ധിച്ച് തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ അല്ല മിനിങ്ങാന്നെടുത്ത് നമ്മുടെ ക്യാബേജിൻ്റെ പീസ് ബാലൻസ് ഉണ്ടെന്നാലും അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും തികയില്ല. ഇതിന് കരിപ്പ് വിസിൽ വരും. ചിലപ്പോൾ വിസിൽ വരും. അപ്പോൾ ഇതെന്തായാലും
തേക്കില്ല. അപ്പൊ അത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എടുക്കാം. അപ്പൊ കൊച്ചു തരാറാണ് അതൊന്നും നമ്മുടെ ആവശ്യത്തിന് പേരില്ല കേട്ടോ. അതാണ് അമ്പത് വെച്ച്. അപ്പൊ അങ്ങനെ നമ്മള് കുക്കറിന് ഓഫാക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ ഇതെന്താ ഞാൻ കൊത്തി കേട്ടോ, കാരണം ആളെ ഞാൻ മനഃപൂർവ്വം അതിൽ നിർത്തുന്നതല്ല കേട്ടോ. പറഞ്ഞത് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ സമാധാനത്തിന് വേണ്ടി നിർത്തിയതുള്ളൂ. അപ്പൊ നേരെ താഴേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ടൊന്ന് ഹാളിക്കൊന്ന് ഇട്ട് കേട്ടോ. നമ്മൾ അറിയാണ്ട് ഇതിന്റെ പൊക്കുന്നൊക്കെ കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. നമ്മൾ അത്രയും ശ്രദ്ധാപൂർവ്വമാണ് നമ്മൾ നിർത്താറുള്ളത് എന്തായാലും. അപ്പൊ ഞാൻ എന്തായാലും ഇത് അരിയട്ടെ. ഇനി ഞാൻ പോവാ. കുക്കറിൽ വിസിൽ വരാത്തോണ്ടാണ് ഞാൻ ഇവിടെ നിന്നപ്പോൾ വിസിൽ വന്ന അവസ്ഥയ്ക്ക് എന്തായാലും ഓഫാക്കി. ഇപ്പൊ കടുകൂട്ടിക്കാനും മസാലയൊക്കെ ചേർക്കാൻ വയ്ക്കാനും പൊടികളൊക്കെ. അപ്പൊ അത് നമുക്ക് ഈ പച്ചമീൻ കേട്ടോ രാവിലേക്ക് വറക്കാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും തന്നെ വെട്ടി കഴുകി മസാലയൊക്കെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ന് കുറച്ചുകൂടി പണി എളുപ്പമായിട്ടുണ്ട്. അത് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പാണ്. എന്നാലും തണുപ്പ് പോയിട്ട് നമുക്ക് ഒന്ന് വറക്കണം. ഇനി ഞങ്ങൾ ആദ്യം പോയിട്ട് ഞങ്ങളുടെ ക്യാബേജ് കുത്തി കയറിയിട്ട് എൻ്റെ ആവളിക്കുട്ടി പല്ല് തേക്കും അല്ലേ? പല്ല് തേക്കില്ല? വാ 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 അമ്മ തേച്ചു തരാം. എന്തോ അങ്ങനെന്താ ഞങ്ങളെ അരിയാൻ വേണ്ടിയിട്ട് സോഫയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം വെറുതെ ഞാൻ അവിടെ നിന്നിട്ട് അരിയാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് അരിയുന്ന ആ ഒരു ഗ്യാപ്പിൽ ആൾക്ക് എന്തായാലും ആ ഒരു സ്ലാബിന്റെ മുഖത്ത് കയറുന്നോട്ട് തന്നെ വാശി പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആണല്ലോ. നമ്മൾ നല്ല കെയർഫുൾ ആയിട്ടൊക്കെ തന്നെയാണ് നിർത്താറെങ്കിൽ കൂടി ചെറിയൊരു സമാധാനമൊക്കെ ഉണ്ടാവും കേട്ടോ എപ്പോഴാണെങ്കിൽ അവിടെ നിർത്തുമ്പോൾ. പിന്നെ നല്ല കൊത്തി നമുക്ക് പെട്ടെന്ന് അരിയാം. പിന്നെ സവോള അരിയാൻ്റെ അതേപോലെ പച്ചമുളകുണ്ട്. ഇത് തീർത്തിട്ട് നമുക്ക് അടുത്ത ക്യാബേജ് എടുക്കാന്ന് വെച്ചിട്ടാണേ. എന്തോ പല്ല് തേക്കണം പൊന്നാ, പല്ല് തേക്കി. പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് കൊടുത്തിട്ട് ആളുടെ കരുതപ്പോൾ മുറുക്കാണേ. മുറുക്ക് കഴിച്ചുകൊണ്ടാണോ പല്ല് തേക്കണേ? എന്താണ് ഇവിടെ നോക്കിയേ പല്ല് തേക്കുന്ന കാണിച്ചു കൊടുത്തേ. ബ്രഷാണോ കാണിച്ചു കൊടുക്കണേ? പല്ലേക്ക് അറിയില്ല. അയ്യേ ചീച്ചിക്കുട്ടി. എന്തോ ഇപ്പൊ നമ്മൾ രാവിലെ ആ ഒരു വ്ലോഗ് എടുക്കുന്ന ആ ഒരു ഫസ്റ്റ് ടൈമിൽ നല്ല തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പൊ ആ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് അതേപോലെ തന്നെ അന്തരീക്ഷം നന്നായി തെളിഞ്ഞു കേട്ടോ. വെയിൽ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരത്തെ തന്നെ വെയിൽ വന്ന അവസ്ഥയ്ക്ക് നല്ല വെയിലായിരിക്കും കേട്ടോ. അല്ല പൊന്നു? അമ്മേനെ അരിയെ സഹായിക്കും പൊന്നു? കൂടുവോ? എന്നാ കത്തി എടുത്തിട്ട് അരിയോ? അവള് റെഡി. ഞാൻ കത്തി കൊടുക്കേണ്ട താമസമില്ല ആൾക്ക് അരിയാൻ വേണ്ടി. പിന്നെ സഹായിച്ചാൽ മതി. വലിയ കുട്ടിയാവട്ടെ കേട്ടോ. കുറച്ച് നേരത്തെ പണി ഉണ്ട് കേട്ടോ അരിയിൽ. കാരണം കുറച്ചധികം നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്ന് അരിയട്ടെ. അതിന് ശേഷം കാണാം. അരിഞ്ഞിട്ട് കാണാന്ന് പറ. ബായ് പറ ടാറ്റാ. അപ്പത്തേനും ഞങ്ങൾ പല്ല് തേച്ചിട്ട് വരും. അപ്പത്തേനും തേച്ചിട്ട് വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറച്ചധികം സമയം ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ പല്ല് തേക്കാൻ വേണ്ടി ഞാൻ ബ്രഷും കൊടുത്തിട്ട്. അപ്പം അത് ഫുള്ളൊന്ന് അരിഞ്ഞു വന്നതിന് ശേഷം കാണാം. ഗൈസ് അങ്ങനെ നമ്മുടെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണടിച്ച് പോയി എന്നാണ് തോന്നുന്നത്. സംഭവം അരിഞ്ഞു കഴിഞ്ഞ് കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരുന്നത് പുഴ പോലെ ആയിരുന്നു കേട്ടോ. എന്തായാലും സംഭവം സക്സസ്ഫുൾ ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങയും കൂടി വേണ്ട. അപ്പോൾ തേങ്ങ എല്ലാം കൂടായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് ഫുൾ നന്നായിട്ട് നേരിയ ശേഷമാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം കുറേ സംഭവം ഉണ്ടായിട്ട് അരിയാൻ വേണ്ടുമ്പോൾ എല്ലാം അരിഞ്ഞ് നിർന്നപ്പോഴത്തേനും ഇതാണ്ട് എൻ്റെ അവസ്ഥ. ഞാൻ പോയിട്ട് ഒന്ന് മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ബാക്കി എല്ലാവരും പണിയൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഈ ഒരു സവോള അരിയുമ്പോൾ കണ്ണരിയാതിരിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അപ്പോൾ അറിയുന്ന കൂടുതലായിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ആൺകുട്ടി തയ്യാറേക്ക് ബ്രഷൊക്കെ വീഴുക കളിക്കാൻ വേണ്ടി പോയിരിക്കണം. അപ്പോൾ ഇന്ന് പല്ല് കഴിക്കുന്ന കാര്യം ഗോവിന്ദാന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുറകെ നടന്ന് എന്തായാലും തേപ്പിക്കാതിരുന്ന ശരിയാവില്ല. അപ്പം നളിനി അരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നളിനി അവിടെ തേപ്പിച്ചിട്ട് ബാക്കി പണിയുള്ളൂ. കുട്ടിയുടെ ഈ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അച്ഛൻ പോകാൻ നേരത്ത് ആളിത് അച്ഛന് ടാറ്റ് കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്ന രംഗാട്ടത്. 2 കൈ വെച്ചിട്ടൊക്കെയാണ് ടാറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനെ വിളിക്കും കേട്ടോ ബാബാന്ന് പറയുമ്പോൾ. അതുകൊണ്ട് അച്ഛൻ വന്നിട്ടുണ്ടേ. അച്ഛൻ പോകാൻ നിൽക്കുമല്ലേ? ടാറ്റ് കൊടുത്തോ? ടാറ്റയും ഉമ്മയൊക്കെ കൊടുക്കലാട്ടോ പരിപാടി. അച്ഛൻ പോയി. അച്ഛനും അവിടെ ടാറ്റ കൊടുക്കുന്നുണ്ട് ആൾക്ക്. അച്ഛൻ പോയി. എന്താ ക്യൂട്ട്നെസ് ഒക്കെ വാരി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി. അച്ഛൻ പോയി 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 കുറച്ച് കഴിഞ്ഞിട്ട് വരും കേട്ടോ. നോക്കട്ടെ മുഖം നോക്കട്ടെ. ചില ദിവസങ്ങളിൽ ഈ മുഖം കരച്ചില്ല കേട്ടോ. അവസാനിക്കും അച്ഛൻ പോയി എന്ന് പറഞ്ഞിട്ട് കരയില് തുടങ്ങുവേ. അപ്പം ഇതാ ഇന്ന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പല്ലൊക്കെ തേച്ചു അല്ലേ? എന്താ ഇനി അപ്പാപ്പ് കഴിക്കാൻ പോവാടാ? പൊന്നു ഇവിടെ ഒരു ദീർഘശ്വാസം ഇടുവാണല്ലോ. ഇവിടെ നോക്കട്ടെ.
അച്ചിക്ക് ടാറ്റു കൊടുത്തോ? എങ്ങനെ കൊടുത്തേ? എങ്ങനെ ടാറ്റു കൊടുത്തേന്ന് പറഞ്ഞേ? ഉമ്മയും കൊടുത്തോ? ഉമ്മ എങ്ങനെ കൊടുത്തേ നോക്കട്ടെ. ബായും കൊടുത്തു. ഉമ്മ എങ്ങനെ കൊടുത്തേ? അങ്ങനെയാണ് കൊടുത്തേ. ഇടിക്ക് കിട്ടി. ഉമ്മ ഉമ്മ. ടാറ്റാ ടാറ്റ ടാറ്റ. അമ്മ പോട്ടെ. അമ്മ പോണ്ടല്ലേ? അമ്മ പോവാണെങ്കിൽ ആവണീനി കൊണ്ടുപോകണം. എന്താ പിന്നെ? ഇല്ല ഇല്ല ഇല്ല. ആ കമ്മലോ? കമ്മലുണ്ട് ഉണ്ട് കേട്ടോ. അതിലുണ്ട്. കുട്ടി രാവിലെ വീഴ്ചയൊക്കെ നോക്കും. അപ്പോഴേ അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ നേരത്തെ തന്നെ ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ എന്തായാലും അവർ വരേണ്ട സമയം ഏകദേശം ആവാനായിരുന്നു. അപ്പോൾ അതിന് നേരെ എടുത്തിട്ട് പോയിക്കോളും. നമ്മൾ ഇനി വേറെ എന്തെങ്കിലും പണിയിലാണെങ്കിലും ചിലപ്പോൾ വിളിച്ചാൽ കേട്ടില്ലെങ്കിലും പുറത്ത് വെച്ചോളി. ഇപ്പം ഞങ്ങൾ നേരെ എടുത്ത് പറമ്പിലേക്ക് വെക്കും കേട്ടോ. ഒരാളെടുത്താൽ പല്ലൊക്കെ തേച്ചതിന് ശേഷം മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കും കേട്ടോ. ഓൾറെഡി കൊടുത്തു വരും. പക്ഷെ അവൾക്ക് കൊടുത്തിട്ട് മതിയായിട്ടില്ല കേട്ടോ. വീണ്ടും ആ ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് കിടക്കുവാണേ. ഹായ് ഹായ് ബൈ ബൈ. അമ്മ എടുത്ത് വയ്ക്കാം. നാളെ കൊടുക്കാം നമുക്ക്. ബാ നിന്റെ ആള് കുട്ടിക്കറിയുടെ പരിപാടി. ബാ അടയ്ക്ക് വേണോ? ഒന്ന് അടയ്ക്കാം. പൊട്ടിച്ചിട്ട് നമ്മുടെ തേങ്ങയൊക്കെ തീർന്ന് വച്ചിരിക്കണം. രണ്ടെണ്ണം പൊതിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പൊട്ടിക്കാം. ചിരട്ടെ കേട്ടോ. കാരണം തോരയിലേക്ക് അത്യാവശ്യം തേങ്ങ വേണമല്ലോ. സാമ്പാറിന് നമുക്ക് കടുക് പൊട്ടിക്കാണ്ടെന്നല്ല ആ ഒരു പണിയൊക്കെ ചെയ്യാണ്ട്. സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ തേങ്ങയും ചൊരവിടുന്നത്. വേറെ ഒന്നുമല്ല, നമുക്കിനി സമ്പാറൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. അത് ഞാനെങ്കിൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് കറിവേപ്പിലേക്ക് എന്താണ് പൊന്നെ പറയണേ? നമ്മുടെ ആൺകുട്ടി എന്തായാലും രാവിലത്തെ നല്ല ഫുൾ പവറിലാണ്. ഉറക്കെ എടുത്ത് വീഡിയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ആണോ പൊന്നാ? തേങ്ങ ആണോ? ഇടയ്ക്ക് തേങ്ങ ചെയ്യുമ്പോൾ കൂടി കേട്ടോ. തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ കേൾക്കാൻ നല്ല രസമാണ്. കാരണം നന്നായിട്ടൊക്കെ പറയാനും പഠിച്ചിട്ടില്ല. എന്തോ വരാം വരാം അമ്മ വരാം. അതുകൊണ്ട് അവർ പറഞ്ഞൊക്കെ പ്രത്യേക രസമാണ്. അപ്പൊ തേങ്ങ എന്നാ ഇന്ന് വേണ്ട കേട്ടോ. അവർക്ക് ഇന്ന് വേണ്ട വേണ്ട എന്നിങ്ങനെ കൈ വെച്ച് കാണിക്കും. വേണ്ടി വരുന്നത് കുറച്ചുകൂടി ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഒരു മുറി ഇതാ ഏകദേശം ഇത്ര ആയിട്ട് കുറച്ചുകൂടി ചൊല്ലട്ടെ. അങ്ങനെ എന്തായാലും നമ്മള് അരിയാനുള്ള ക്യാബേജും എല്ലാം അരിഞ്ഞ് അതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇരിക്കുവാണേ. പിന്നെ നമുക്ക് മീൻ വറക്കാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലാട്ടോ ഒഴിക്കുന്നത്. ഓയിൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. കറിവേപ്പില ഒരു ഫ്ലേവർ കിടങ്ങുന്നത് പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ എണ്ണ ചൂടായി. ചട്ടി നല്ലോണം ചൂടാൻ ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിച്ച് തിന്നുക. മീൻ വറുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണേ. പച്ചപ്പാമ്പാട മീനാണോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനപ്പോൾ ഓരോരുത്തരുടെ നാട്ടിൽ ചിലപ്പോൾ പല പേരിലേക്ക് എനിക്ക് അറിയുന്നത്. നല്ല നീളത്തിലൊരു മീനില്ലേ, മേളിലൊരു കുറച്ച് തോലല്ല ഒരു വൈറ്റ് കളർ സംഭവമുണ്ട്. ജസ്റ്റ് അത് കത്തി വെച്ചൊന്നും ആകുമ്പോഴത്തേക്കും അത് പൊക്കോളും. ഒരുപാട് അങ്ങനെ ക്ലീനിങ് ഒന്നും ഉള്ളിലുള്ള അതിനൊക്കെ എടുത്ത് കളയാൻ മാത്രമേ. ഇപ്പോൾ ചെകിള കളയാൻ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് മീനാണ്. അത്യാവശ്യം നല്ല നീളം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇവിടെ ഇതിനെ പാമ്പാടാന്നാട്ടോ പറയാറ്. ഒരു എണ്ണയുള്ള ക്യാപ്പിൽ ഞാൻ കണ്ടോ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം എടുക്കട്ടെ. കുറച്ചല്ലേ എണ്ണയുടെ എടുക്കുന്നു. നന്നായിട്ടൊന്ന് നോക്കട്ടെ. ചെറിയ ചീലിച്ചിട്ട് വേവിക്കട്ടെ. അതിൻ്റെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളി വേവില്ല. അപ്പോൾ മീൻ അവിടെ നിന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇപ്പോൾ 2 സെക്ഷനായിട്ട് വറുത്തെടുക്കേണ്ടി വരും. എന്നാലും ഒറ്റ ട്രിപ്പിൽ നമുക്ക് വറക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഈ ഇരിപ്പിച്ചിട്ടേക്ക് നന്നായിട്ട് കഴുകിയിട്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തോരൻ വെക്കാനുള്ള പണി നോക്കാം കേട്ടോ. കഴിഞ്ഞ മുന്നേ വരാം.
അപ്പോൾ ചട്ടി ചൂടാവട്ടെ. ഇരുമ്പ് ചട്ടി ആയാലും നല്ല വെയിറ്റിലുള്ള തന്നെ ചൂടാവാനും കുറച്ച് ടൈം എടുക്കും. ആ സമയം കൊണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എനിക്കിത് കമ്മ എടുക്കുക ക്യാബേജ് പിന്നെ തേങ്ങയും പിന്നെ സവോള എല്ലാ സംഭവവും അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒന്ന് വയ്ക്കാം കേട്ടോ. സമയം പോയിട്ട് ഞാൻ ഈ വീഡിയോ കൂടി എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ പണി ചെയ്യുന്നതിനാണ് ഇരട്ടി ടൈം നമുക്ക് വേണ്ടത്. കാരണം അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ കൂടി എനിക്ക് ഇടാൻ വേണ്ടി പറ്റാത്തത്. കാരണം നമുക്ക് ഒരുപാട് പണികളുണ്ടാകുന്നില്ല. അതിൻ്റെ പണി നടക്കുന്നത് വ്ളോഗ് കൂടി എടുത്തുകൊണ്ടിരുന്നത് കുഞ്ഞൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാം പാടാകുമ്പോൾ നമുക്ക് ഓടി എത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം തന്നെ നമുക്ക് കുറച്ച് ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ വ്ളോഗ് കൂടി എടുക്കുമ്പോൾ അങ്ങോട്ട് ക്യാമറ വെച്ച് ഇങ്ങോട്ട് ക്യാമറ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഷെയ്ക്കാക്കും. പിന്നെ ഇതേപോലെ ആളെ ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാം പാടാകല്ലോ. അപ്പം എനിക്ക് വീഡിയോ ഡെയിലി ഇടണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കുറേ നമ്മുടെ കൂട്ടുകാർ 2 ദിവസമൊക്കെ വീഡിയോ ഇല്ലാതാകുമ്പോഴത്തേനും ഹിന്ദു വിറ്റി എവിടെ പോയതൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ. ഈ സമയത്ത് ഞാനിപ്പോൾ കഴുകി വെച്ചാട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇപ്പോൾ കഴുകാതിന്. കഴുകി വെക്കാതെയാണോ നേരിട്ട് എടുക്കുന്നത് നാളെ തെറ്റിദ്ധരിക്കണ്ട. ഇത് ചൂടായിട്ടില്ല. അതൊക്കെ ചൂടാവട്ടെ. അത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാൻ വന്ന ആണെങ്കിലും നോക്കത്തേനും അത് മറന്നു പോയിട്ടോ. വേറെ നല്ലതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുമാണ് ഇടുന്നത്. മീൻ വറക്കാൻ വെച്ചതുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് ഇതിലൊക്കെ പൊട്ടിത്തെറി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ കേസ് നിർത്താതെ എടുത്തുകൊണ്ട് ചെയ്യണത്. നോക്കിയിട്ട് ഇടാട്ടോ ബാക്കി. കാരണം കൂടിപ്പോയാൽ പണിയല്ലേ. കുറഞ്ഞ പോയാൽ നമുക്ക് പിന്നെയും ഇട്ട് കൊടുക്കാമല്ലോ. ഇത് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യുവാണേ. ഓ മീമി വറക്കാൻ വെച്ചിരിക്കുകയാണ്. ഇല്ല കഴിഞ്ഞു. വെള്ളയ്ക്ക് കയറാനുള്ള പരിപാടി കേട്ടോ. അത് തെറിക്കും. ഞാൻ അവളെ ഒന്ന് അങ്ങ് കൊണ്ടോട്ടെ. അല്ലാന്നുണ്ടെങ്കിലേ ചിലപ്പോൾ ഈ ഒരു പണി നടക്കില്ല. എന്നാൽ കറക്റ്റ് ടൈമിൽ ഏട്ടൻ വന്നിട്ട് അച്ഛൻ വന്നിട്ട് വണ്ടിയുടെ സൗണ്ട് എടുത്ത് ഓടിച്ചിട്ട് എവിടേക്ക് പോയിട്ടുണ്ട്. ആ സമയം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല തണുപ്പായതിനു ശേഷം ഞാൻ ഇതേപോലെ തുണിപ്പാത്രത്തിലൊക്കെ ആക്കിയിരിക്കുമായിരുന്നു നമ്മുടെ എണ്ണയൊക്കെ. അപ്പോൾ പിന്നെ കട്ടയായാലും നമുക്ക് പ്രശ്നമില്ലല്ലോ. സ്പൂൺ വെച്ചിട്ട് ഇറങ്ങി എടുക്കാറ്. ഇടയ്ക്ക് നമുക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാറുണ്ടെങ്കിൽ അതൊക്കെ കഴുകണം. എണ്ണ ചൂടാവട്ടെ. ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ പൊടിച്ച് അതൊന്ന് വറുത്തെടുക്കാം. വെള്ളം നിന്ന ലക്ഷണമാണല്ലോ, വരുന്നില്ലല്ലോ. ചിലപ്പോൾ എവിടെയെങ്കിലും ജോയിന്റ് തള്ളിപ്പോയാൽ ഒന്ന് നോക്കട്ടെ. ഇവിടെ വെള്ളം പൊട്ടിപ്പോയിരിക്കുമായിരുന്നു. ചോവിൻ്റെയൊക്കെ ഞാൻ പോയി കുത്തിയിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് എണ്ണയും ചൂടായിട്ട് ഞാൻ കടുക് കൊടുക്കുവാണേ. കടുക് കൊടുത്തിട്ടേ. കറിവേപ്പില നമ്മൾ പിന്നെ ഇതിൽ ഓൾറെഡി ഇട്ടിട്ടാണല്ലോ മിക്സ് ചെയ്തിട്ട്. അതുകൊണ്ട് ഇനി കറിവേപ്പില എക്സ്ട്രാ ഒന്നുമില്ല കേട്ടോ. കടുകെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. കുറച്ചായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ ചോറിൻ്റെ അരിക്ക് ഇട്ട് നോക്കി കൊടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അതിൽ ആവി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തോളി 2-3 ആവി ചേർക്കുന്നത് അടിപൊളിയായിട്ട് നമ്മുടെ തോര റെഡിയാവും. ഉപ്പ് കാര്യങ്ങൾ ഇടയ്ക്ക് നോക്കി കൊടുത്താൽ മതി ഇളക്കിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തട്ടിക്കുറ്റി ഒന്ന് ആവി കയറാൻ പാകത്തിന് മൂടി വയ്ക്കാം. അപ്പം മീനൊന്ന് മറിച്ചിട്ട് ഒരു ടൈം ആയിട്ട്. അപ്പം മീൻ മറിച്ചിട്ട് നമുക്കിനി അടുത്ത സെക്ഷൻ മീൻ ഇട്ട് കൊടുക്കാൻ വരുന്നതനുസരിച്ച്. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഇടാനുണ്ട്. അപ്പം അതൊന്ന് ചെയ്യാം. കഴുകി നോക്കിയിട്ട് അടുക്കള ഒന്ന് സെറ്റാക്കി വെക്കാറുണ്ട്. പിന്നെ നമുക്ക് പപ്പടം കാച്ചണം. അപ്പോൾ അതായത് നമുക്ക് കഴിക്കാൻ വരുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ കാച്ചണം. പിന്നെ കളിച്ച് പോയാലോ എന്തോ ഇത് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിരിക്കുവാണ്. മീനൊന്ന് മറിച്ചിട്ടെടുക്കാം നമുക്ക് ആ ടൈം കൊണ്ട്. മീനിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ടോ? മീനി എന്ന് പറഞ്ഞേ. മീനി നമ്മുടെ നോക്കി പറഞ്ഞേ. മീനി എന്ന് പറഞ്ഞേ. മീനി എന്താണ് മീനി അല്ലേ? മീനിലേക്ക് കയറിയൊക്കെ മറച്ചിടാൻ വേണ്ടത് ആൾ വരുന്നത്. ഇല്ലെങ്കിൽ അമ്മ കഴിഞ്ഞിട്ട് പോലെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പെട്ടെന്ന് മറച്ചിടട്ടെ. ഓ കഴിഞ്ഞു.
ഓ ആ ആ ഇല്ല ഇല്ല തെറിക്കും തെറിക്കണമല്ലോ തെറിക്കും അതല്ലേ അമ്മ ഇതാക്കാത്ത കൊള്ളു ആ തന്നെ എല്ലാ മീനും നമ്മൾ മറച്ചിട്ടിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇറക്കാത്തത് അടുപ്പത്തെ മീൻ വെച്ചു കൊടുക്കാം. എന്താ അയ്യേ ചീച്ചിക്കുട്ടിയാ വാശി പിടിക്കണേ. ഹായ് പറഞ്ഞേ ഹായ്. ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോ പതുക്കെ ഒന്ന് കയറ്റിയിരിക്കുവാണ്. അത് മറച്ചിടലൊക്കെയായിരുന്നു ചെങ്കൊക്കെ ആയിട്ട്. ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ ഷുഗറാണോ നമ്മൾ ഷുഗറാണോ മതി മറിച്ചിടാനുള്ള അവസരം കഴിഞ്ഞു. നമുക്ക് അടുത്തിട്ട് കൊടുക്കത് ആയിട്ട് നമ്മ പൊക്കോ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് വന്നോളാം എന്നുള്ള രീതിയിലാണല്ലോ പറയണേ. അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. കുട്ടികൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതോ തീ നല്ല കുറച്ചിട്ടായിട്ട് വെച്ചിരിക്കും. എന്തായാലും അങ്ങനെ വലിയ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കെയർഫുൾ ആയിട്ടാണല്ലോ ചെയ്തത്. പിന്നെ തീമില്ലാത്തവരാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. എൻ്റെ ഒരു കണ്ണ് 2 കണ്ണ് നമ്മുടെ ആൺകുട്ടിയുടെ പുറകെ തന്നെ ഉണ്ട് അല്ല മന. അത് മറിച്ചിട്ടോ അമ്മ ഓൾറെഡി മറിച്ചിട്ടതാ. ഇനിയിപ്പോ വേണ്ടതാ. മറിച്ചിട്ടു ആൺകുട്ടി പറഞ്ഞോണ്ട് അമ്മ വീണ്ടും മറിച്ചിട്ടുവാണേ. മറിച്ചിട്ടു മൂത്തില്ലായിരുന്നോ? ആ എന്നാ ശരി ഓക്കെ മറിച്ചിട്ടു. ഇപ്പൊ കറക്റ്റ് ആയോ? ഒന്നുകൂടി കറക്റ്റ് ആവാൻ പറയണത്. മീൻ ലോകത്തൊക്കെ ആവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് അടിച്ചു അതിന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. മീൻ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഒരു വെച്ചതിന് ശേഷം അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുവാണ്. റൂമും സിറ്റ് ഔട്ടൊക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തുടച്ചാൽ മാത്രം മതി. പിന്നെ ഹാളും അടുക്കളി മെയിൻ ഹാളൊക്കെ നമുക്ക് നന്നായിട്ട് അടിച്ചിടാം. എന്താ പറ്റാ എന്തൊക്കെയോ കുസൃതികൾ കാണിക്കുന്നുണ്ടല്ലോ അമ്മ മുന്നേ. എന്താ ഇവിടെ പരിപാടി നോക്കട്ടെ. അവിടെ നമ്മുടെ ആളിക്കുട്ടി മെഷീനിൽ തയ്യൽ തുടങ്ങിയിട്ടുണ്ടേ. തുണിയില്ല അതേ തയ്ക്കണേ. നമുക്ക് തയ്ക്കാൻ തുണിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ തയ്ച്ചോളൂ അല്ലേ. വാ 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 കൈ കുടുങ്ങി പോണ്ട പഞ്ഞാ. അതാ മ്യാവ് വന്നിരിക്കുന്നു. മ്യാവിനെ ഓടിക്കും. ഇങ്ങനെ പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് നമ്മുടെ സാമ്പാർ നല്ല ഒരുപാട് കുറുകിയിട്ടും അല്ല എന്നാൽ ഒട്ടും വെള്ളമല്ല ആ ഒരു ലെവലിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കി നോക്കട്ടെ. ഉപ്പ് കുറവാട്ടെ. അതേപോലെ നമുക്ക് ഇനി പുളി ഒഴിക്കാണ്ടില്ല. പുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് കുതിർന്ന ഒരു സത്തൊക്കെ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുരുള്ള പുളിയാട്ടോ. അപ്പോൾ കുരു ഇതിൽ പെടാത്ത രീതിയിൽ ഞാൻ ആ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. പുളി നമുക്ക് അളവിന് ആവശ്യമായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ പരിപ്പൊക്കെ അത്യാവശ്യം ഇട്ടുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങും മത്തങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് കുറുകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പം തന്നെ തിക്കാക്കിയാൽ ശരിയാവില്ല. കാരണം ഇത് തണുക്കും തോറുമാണല്ലോ പിന്നെ കുറുകുക. അവിടെ കൂടി ഞാൻ കഞ്ഞി കൊടുത്ത് അവിടെ ഇത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ആള് ഇവിടെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ആട്ടോ ചേർക്കണം. കായം ഞാൻ ഈസ്റ്റേണിൻ്റെ കായപ്പൊടി. ഈസ്റ്റേണിൻ്റെ കായപ്പൊടി മാത്രം നമ്മൾ സാമ്പാർ പൊടി ആയാലും നമ്മൾ കൂടുതൽ മസാലപ്പൊടികൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഈസ്റ്റേണിൻ്റെ തന്നെയാണ്. അപ്പോൾ നല്ലതാണ് കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താ കുറച്ച്
ഒരു കൈയളവാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ അളവൊന്നും പറയാത്തത്. കുറച്ച് ചേർത്തിട്ടുണ്ടേ. അപ്പൊ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇനി ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പൊ ചൂടുവെള്ളത്തിലാണ് ഇങ്ങനെ പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് തന്നെ ആ ഒരു സത്ത് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ട്. പിന്നെ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പൂടി ചേർക്കാൻ പോവാണ്. എല്ലാം ഒരു കൈയളവാട്ടോ, അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും പറയാത്തത്. എനിക്ക് ഏകദേശം അറിയാലോ എത്ര ഇട്ടാൽ കറക്റ്റ് ആവുന്നു. അപ്പൊ ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പുളിയൊക്കെ കറക്റ്റ് ആണ്. അപ്പം അതിന് ഇരിക്കുന്നവർ നല്ല മണമൊക്കെ ഇടും. ഇനി അതിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ അവിടെ റെഡി ആയിട്ട്. അപ്പം മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ട് ഇനി പപ്പടം കാച്ചില്ല. അപ്പം പപ്പടം കാച്ചി എന്താ നമുക്ക് വരാൻ നേരത്ത് ചെയ്യാം. അപ്പോൾ തോരനൊക്കെ റെഡി ആയിട്ട് ഉപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ ആണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 ആവി വന്നപ്പോഴത്തേനും അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല ആവി വരുന്നുണ്ടല്ലേ പുറത്തേക്ക്. അപ്പോൾ നമുക്കിനി അടച്ച് വെക്കാം കേട്ടോ. തിള വന്നു കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കുമായി. കാരണം എല്ലാം ഒന്ന് സെറ്റ് ആയതാണല്ലോ. ഇനി എന്തായാലും കുറച്ച് പണികളും കിട്ടും അടുക്കളയിൽ. അല്ലാതെ തന്നെ പാത്രം കഴുകാനും അല്ലാതെ കുറച്ച് പണികളൊക്കെ ഉണ്ട് തുടയ്ക്കാനൊക്കെ. അപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. നമ്മുടെ ആവണിക്കുട്ടി തയ്യാൻ സാമ്പാറിലേക്ക് വെച്ചിട്ടുള്ള ഒരു പുളിയുടെ സത്ത് ഫുള്ള് ഞാൻ എടുത്തതിന് ശേഷം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുരു അതിന് കുറച്ച് ഇതൊക്കെ ഉണ്ടാവുമല്ലോ പുളിയുടെ അംശം. അപ്പോൾ ആളുക അതൊക്കെ നക്കി തിന്നുവാണ്. ആൾക്ക് പുളിയൊക്കെ ആയിട്ടും ഇഷ്ടം, പുളി എരിവ് ഉപ്പൊക്കെ ആയിട്ടും ഇഷ്ടം. മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ആ പുളിങ്കുരിയൊക്കെ വാങ്ങിയിട്ട് നേരെ എറിയുണ്ട് വാങ്ങി വെക്കിട്ടോ. കാരണം അല്ലാതെ എൻ്റെ രീതിയിൽ പുളിങ്കുരുള്ളതുകൊണ്ടേ. പുളി വേണോ വാവിക്ക്? സൂപ്പറാണോ? നോക്കട്ടെ. ആ സൂപ്പറാണോ? പുളിയൊന്നും വാരിട്ടിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. പുളിയുടെ ആ ഒരു യാതൊരു ഭാവ വ്യത്യാസം ഇല്ലാതെ ആൾക്ക് പുളി ഇഷ്ടമായതുകൊണ്ടായിരിക്കണം. കുരു തുപ്പണേ, കുരു തുപ്പ്. നമ്മുടെ ആവണിക്കുട്ടിക്ക് ഞാൻ നേരത്തെ കഞ്ഞി കൊടുത്താണല്ലോ. അപ്പോൾ കഞ്ഞിയൊക്കെ അവിടെ വെച്ചിട്ട് നേരെ അങ്ങോട്ട് വന്നിരിക്കുന്നുണ്ടല്ലോ പുളിയൊക്കെ കഴിക്കാൻ വേണ്ടിയപ്പോൾ. വീണ്ടും ഞാൻ കൂടെ ഇരുത്തിയിട്ട് കഞ്ഞി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഞ്ഞിയൊന്നും നടക്കില്ല കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ടെങ്കിൽ അവളിതാ അവളുടെ ഭാവിക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുവാണേ. ആളുടെ കയ്യിൽ ഇപ്പോഴുള്ള ആ ഒരു പാവം നമ്മൾ ഈ അടുത്ത ആൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിനെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരം ആവുമ്പോൾ അതിനെ എടുത്തിട്ട് മടിയിൽ കൊണ്ടിരുത്തിയിട്ട് അതിനും ഫുഡ് കൊടുക്കും, അവളും കഴിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കളി. അപ്പോൾ ഞങ്ങളുടെ കഞ്ഞിയുടെ മേളിൽ കൂടെ കുറച്ച് സംഭവങ്ങൾ കാണുന്നില്ല. അത് വേറെ ഒന്നുമല്ല കേട്ടോ, പുളി. നേരത്തെ അവൾ പുളിയും കഴിച്ചിട്ടുകൊണ്ടിരിക്കുമായിരുന്നല്ലോ നമ്മൾ സാമ്പാറിലേക്ക് എടുത്തപ്പോൾ. അതിൻ്റെ ആ ഒരു കുരുവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവൾ നേരെ കൊണ്ടുവന്നിട്ട് കഞ്ഞിയിൽ ഇട്ടിട്ടു. പിന്നെ ഞാനിത് ഇതിലിട്ടെന്ന് വെച്ചപ്പോൾ മാമൻ കേട്ടോ പറഞ്ഞത്. ആൾ അല്ലാന്ന് കേട്ടോ, ആൾ സമ്മതിച്ചൊന്നും ഇരുന്നില്ല. പിന്നെ ഞങ്ങളത് അതൊക്കെ പെറുക്കി മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കൊടുക്കുമ്പോഴേ അവളുടെ കൂടെ തന്നെ, അവൾ സ്വന്തമായിട്ട് വാരി കഴിക്കുകയാണെങ്കിൽ പോലും കൂടെ തന്നെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ ഫുഡും വെച്ചിട്ട് വേറെ രീതിയിലൊക്കെ വഴിക്ക് പോയി കളയും കേട്ടോ. അതുകൊണ്ട് എന്തായാലും കഞ്ഞി കുടിപ്പിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കഞ്ഞിക്ക് ഞങ്ങൾക്ക് ഇന്നതാ അച്ചാറുണ്ട്, അതേപോലെ തന്നെ പപ്പടം കാച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പടം ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ തോരനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരനും മീൻ വറുത്ത എല്ലാം കൂടിയിട്ടാണേ. ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഒന്ന് ചുമച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തലയിൽ കൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒന്നുകൂടി ചുമച്ചു. അതൊക്കെ ഫുള്ളാളുണ്ടാക്കി ചുമക്കുന്നതാണ്. അപ്പോൾ നേരെ എനിക്ക് നോക്കി കാല് കൊണ്ട് തരുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല കേട്ടോ. അവൾക്ക് ഒരു 6 മാസം 8 മാസമൊക്കെ ആയ ഒരു ടൈമിലൊക്കെ ഇതേപോലെയൊക്കെ ചുമക്കാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ തള്ളവിരൽ ഇങ്ങനെ വലിച്ചു വിടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓർമ്മ ആൾക്ക് ഇപ്പോഴും മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വിരൽ വലിക്കാൻ വേണ്ടിയിട്ട് തരുവാട്ടോ. അപ്പോൾ അതുപോലെ വിരലൊക്കെ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പൂണൊക്കെ വാങ്ങുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്നാലും ഇനി സ്വന്തമായിട്ട് വാരി കഴിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ട് കോരി കുടിക്കുന്നുണ്ടേ. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ രാവിലെ കഞ്ഞി തന്നെയാണ്. അപ്പോൾ നമുക്കിത് പുറത്ത് ചോറൊന്ന് വാർക്കാനുണ്ട്. അപ്പോൾ ഒരു 3/4 വേവായിട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചൂടോടെ കുറച്ച് കഞ്ഞിയൊക്കെ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വാർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും കഞ്ഞി കൂടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചോറൊക്കെ ഒന്ന് വാർക്കാൻ വേണ്ടിയിട്ട്. സ്പൂൺ കൊണ്ട് ആളിതാ സ്വന്തമായിട്ട് കുറേ കഞ്ഞിയൊക്കെ കോരിയിട്ടുള്ള ഒരു യുദ്ധത്തിന് ശേഷം എന്നെ ഫുഡ് കഴിപ്പിക്കുന്ന തിരക്കില്ലാട്ടോ. എനിക്കിതാ വാരിത്തിരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അച്ചാറൊക്കെ തൊട്ട് നിൽക്കാനൊക്കെ നാവിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പരിപാടി കേട്ടോ. പിന്നെ വാവയ്ക്ക് ഫുഡ് കൊടുത്തോന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വാവയ്ക്ക് എന്തായാലും ഫുഡൊക്കെ കൊടുത്ത് വേറെ നിർത്തുക സൈഡാക്കിയിട്ടുണ്ട് വാവേനെയൊക്കെ ഇവിടെ. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയായിട്ട് വലിയൊരു യുദ്ധത്തിനൊടുവിലാട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ. എന്താ പറഞ്ഞു കൊടുത്തേ, നമ്മുടെ ആവണിക്കുട്ടി കുളിക്കാൻ പോയൊരു യുദ്ധമായിരുന്നു കേട്ടോ. അവിടെ തലയിലൊന്നും വെള്ളം ഒഴിക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കേണ്ടതില്ല കേട്ടോ. പിന്നെ എന്നാണെങ്കിൽ നല്ല വെയിലായിട്ടുണ്ട് ഇപ്പോഴത്തേനും. ഇപ്പോൾ സമയം ഒരു ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് ടീച്ചർമാർ ചേട്ടന്മാരൊക്കെ വന്ന് കുളിച്ചോളാം. പിന്നെ ഞാൻ കുളിച്ചു എന്ന് പറ, സുന്ദരിയായിരുന്നു പറ. ഞങ്ങൾക്കിനി ഉപ്പുപ്പി ഇടണം, കണ്ണെഴുതണം, പൊട്ട് തൊടണം അല്ലേ. കണ്ണെഴുതി കൊടുക്കാനും തൊട്ട് കൊടുക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമെന്ന് അറിയില്ല കേട്ടോ. ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തു തരാം. ഉപ്പുപ്പിടാ
കുളിച്ച് കഴിയുമ്പോൾ ആള് നല്ല ഉഷാറായിട്ടോ. ചിലപ്പോൾ ഒന്ന് ഉറങ്ങുമായിരിക്കും. നല്ല വെയിലിന് നല്ല ചൂടായിട്ടുണ്ടേ. എവിടെ പോവാണോ? അയ്യേ കുളിച്ചിട്ട് മണ്ണി പോണ്ട, ചീച്ചിയാവും. ഇതാണ് ഓട്ടമാട്ടോ, ഒരു രക്ഷയില്ലാത്ത ഓട്ടാണേ. ഇനി എങ്ങനെ പോണേ? മുറ്റത്തേക്ക് ഓടി പോകാനുള്ള പരിപാടി ഒന്നും. അവിടെ നോക്കിയിട്ട് ഹായ് കൊടുത്തേ. കുറിച്ച് അവിടെ കാണുന്നുണ്ട് നോക്കട്ടെ. വിട്ടില്ലാന്നുണ്ടെങ്കിലേ ഓടി തന്നെ പൊക്കോ എടുത്താ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിൽ കായാൻ വന്നിരിക്കുക. സിറ്റ് ഔട്ടിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അത്രയും നല്ല പൊള്ളുന്നൊരു ചൂടായിട്ടുണ്ടേ. അപ്പോൾ ആളിത് ഓടി മുറ്റത്തേക്ക് പോയിട്ട് കേട്ടോ. ഉടുപ്പിടാന്ന് സമ്മതിച്ചിട്ട് പുറകെ നടന്ന് ഞാൻ ഇട്ട് കൊടുക്കട്ടെ എന്നുള്ള അവസ്ഥയാണ്. അവിടെ പോയിട്ട് ഓരോ കോഷ്ടികൾ കാണിക്കുക കേട്ടോ. അവിടെ നോക്കി ഹായ് കൊടുത്ത് എങ്ങനെയാ പൊന്നാ ഇവിടെ വാ. വേണ്ട പൂച്ചേനെയൊക്കെ മെറ്റിൽ കുറുക്കി കയറി കേട്ടോ. ഫുള്ള് വികൃതി കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ചായയും കൊണ്ട് പോകാനുണ്ട്. അപ്പോൾ ഏട്ടനും ഇപ്പോൾ ഇതാ ഫോറസ്റ്റിൽ പോയിരിക്കും കേട്ടോ. അപ്പോൾ ആൾക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ ആളത് അങ്ങോട്ട് പോയിരിക്കണം. അപ്പോൾ ഏട്ടൻ വരാൻ ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ ചേച്ചിമാർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് പോയി ചായ കൊണ്ട് പോകണം. അപ്പോഴത്തേനും ആമിനെക്കുട്ടി കുളിച്ച അവസ്ഥയ്ക്ക് കിടന്ന് ഉറങ്ങുന്നതാണ് തോന്നുന്നത്. കാരണം വെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ളുന്നൊരു ചൂടായിട്ട്. അപ്പോൾ രാവിലെ കാണിച്ച പോലെ ഒന്നും നമ്മുടെ ഗാർഡൻ ആണെങ്കിൽ തന്നെ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല രാവിലത്തെ ആ ഒരു വ്ളോഗ്, അത് ആ ഒരു സ്കിപ്പ് അടിക്കാതെ കണ്ട കൂട്ടുകാർക്ക് അറിയണ്ടാവും. ഫുള്ളിങ്ങനെ മഞ്ഞ് കണങ്ങളൊക്കെ ഏറ്റിരിക്കുന്നത്. കാരണം നേരം വെളുത്തി വരുന്നൊരു ടൈമാണ്. ഇപ്പോൾ നല്ലൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം. അപ്പോഴത്തേനും നമ്മുടെ ഒരു നല്ല വാട്ടർ കണ്ടൻറ്റുള്ള എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഫ്ലവർ ഉണ്ടാകുന്നൊരു ടൈപ്പ് പോകുന്നുണ്ട്. അപ്പോൾ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ഒരു ചെടിയിൽ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി തൂങ്ങിയ പോലെ ആയിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ടേ. ഈ വെയിലത്ത് എങ്ങോട്ടാ പോന്നാ പോണേ? ഇങ്ങോട്ട് വായോ. ആളത് അവിടെ പോയിട്ട് മെറ്റിൽ പോയിരിക്കും കേട്ടോ. ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആളുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓടിക്കാം കേട്ടോ. നോക്കി നോക്കാം അവിടെ എടുക്കാൻ സമ്മതിക്കുക നോക്കട്ടെ. ഓടി നടക്കും കേട്ടോ ആള് പിടി തരാതെ. ചൂടുണ്ട് കേട്ടോ. സീറ്റൊക്കെ നല്ല ചൂടായിട്ടുണ്ടേ. ഇടണ്ടേ അപ്പം ആവളിക്കുട്ടിക്ക് ബനിയനൊന്നും. അയ്യേ നാണം ഷെയിം ഉപ്പുപ്പി ഇടാത്ത കുട്ടി, ചീച്ചുകുട്ടി. ഉപ്പുപ്പീടാ. ഇനി ഇതന്നെ ആയിരിക്കട്ടെ. ഇനി ആളുടെ പുറകെ ഓട്ടാണ് എൻ്റെ പണി. അമ്മ പോയിട്ടൊന്ന് ചാറ്റി പോവാണേ. നോക്കി ഓടി നടക്കും കേട്ടോ. കുളിയും കഴിഞ്ഞിട്ട് പോവാണോ വീണ്ടും? വണ്ടിയിൽ പോവാ. അച്ഛടുത്ത് പോവാ. വണ്ടി ഓടിച്ചിട്ട് പോവാ. ആൺകുട്ടിയുടെ വണ്ടി എടുക്കാ. അച്ഛടുത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇപ്പോൾ ആളെ കയറ്റി നിർത്തിയിട്ടത്. അങ്ങനെന്നുണ്ടെങ്കിലേ ഇവിടെ നിൽക്കുന്നില്ല. ഹായ് എല്ലാവർക്കും ഹായ്. അമ്മയെ കാണുന്നുണ്ടോ ഇത്? ഉപ്പുപ്പി ഇട്ടു. ഞങ്ങൾ മെടിക്ക് കുട്ടിയ ഉപ്പുപ്പി ഇട്ടു അല്ലേ? ഇതാ ഉപ്പുപ്പി ഇട്ടു. ഇവിടെ നിൽക്കുമ്പോൾ പൊള്ളുന്ന വെയിലാണ്. സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന പോലും പറയാം. നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ സൈഡ് കാർഡും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വെയിലായിക്കഴിഞ്ഞാൽ നല്ല വെയിലും, അതേപോലെ തന്നെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് ചാറ്റിലൊക്കെ അടിച്ച് ഫുള്ള് സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ഫുള്ള് വെള്ളമായിരിക്കും. നടക്കാനൊന്നും പറ്റില്ല. കുഞ്ഞെ കൊണ്ടുകൊണ്ട് പെട്ടെന്ന് തെന്നി അടിച്ച് വീട്ടു. അപ്പോൾ ശ്രദ്ധിച്ചൊന്നും നടന്നില്ല തന്നെ. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. മാനൊക്കെ നല്ലോണം തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട്. കുറച്ച് തുണിയുണ്ട് എടുത്ത്. എന്തായാലും അതൊന്ന് അലക്കിയിടാനുണ്ട്. അപ്പോൾ അവളെക്കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് ഉറക്കിയിട്ട് അലക്കിയിടാൻ പോകാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കും. കാരണം നല്ല വെയിലായതുകൊണ്ടേ ഒന്ന് അലക്കിയിടുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് ഉണങ്ങുണ്ടാവും. പോവാണോ? മടിയിലൊന്നും ഇരിക്കേണ്ട. ആൾക്ക് ഇങ്ങനെ ഓടി നടന്നാൽ മതി കേട്ടോ. ചെരിപ്പിട്ട് തരാൻ വന്നാ ചെരിപ്പിട്ട് തരാം. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആവണിക്കുട്ടി ഇതാ കുളി കഴിഞ്ഞതും ഒരു ഉറക്കം പാസ്സാക്കിയിട്ടുണ്ട്. നല്ല ഉറക്കത്തിലാണ്. അപ്പം അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കേട്ടോ കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പതുക്കെയാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഞെട്ടിണീച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഉറങ്ങട്ടെ. കാരണം പുറത്താണെങ്കിൽ നല്ല വെയിലാണ്. ഇപ്പോൾ അവൾ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മുറ്റത്ത് കൂടെ കളിക്കാൻ വേണ്ടി ഓടി നടക്കണം. അപ്പോൾ ഇത്രയും പൊള്ളുന്ന വെയിലിൽ ഉറങ്ങുകയാണെങ്കിൽ കുറച്ചൊരു ആശ്വാസം നേരത്തെ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. എനിക്ക് കണ്ണെഴുതി കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് പതുക്കൊന്ന് ആക്കിയാൽ എണീക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കി നോക്കട്ടെ. പറ്റുവാണെങ്കിൽ എഴുതി കൊടുക്കാം. കാരണം ഉണർന്നിരിക്കുമ്പോൾ എന്തായാലും എഴുതൽ നടക്കില്ല കേട്ടോ. അപ്പോൾ ഉറങ്ങുവാണല്ലോ. പതുക്കെ നോക്കട്ടെ. എന്ത് വേണമെങ്കിൽ ചെയ്തെന്നുള്ള രീതിയിലാട്ടോ കിടക്കുന്നത്. അപ്പം എന്നാലും ഞാൻ പോയിട്ട് കൺമശിയൊക്കെ ഒന്ന് എടുത്തിട്ട് വരട്ടെ. പതുക്കൊന്ന് എഴുതി കൊടുക്കട്ടെ. അപ്പോൾ ഉറങ്ങുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ സൈഡിൽ തലയണ വെച്ചിട്ടാട്ടോ എപ്പോഴും കിടത്താറുള്ളത്. കാരണം ഞാൻ എന്തെങ്കിലും പണിയൊക്കെ ആണെങ്കിലും അപ്പോൾ പിന്നെ തലയണൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ ഇറങ്ങി വരാറാട്ടോ. ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ അമ്മ വിളിച്ചിട്ട് ഓടി ഇറങ്ങി വരാറുണ്ട് കട്ടിലെന്നൊക്കെ. അങ്ങനെ ഞാൻ പോയിട്ട് കൺമശി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ എൻ്റെ ആവണിക്കുട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ണ് എനിക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അപ്പുറത്തേക്ക് തിരിഞ്ഞ് കിടന്നിട്ടേ
പിന്നെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ ഇപ്പം നീച്ചിട്ടേ ഉള്ളൂ. നോക്കി, അയ്യോടാ ഉറങ്ങി പോയോടാ പൊന്നാ. ബാബാ ഉറങ്ങി. ഇവിടെയൊക്കെ സ്ട്രൈക്കായി നിൽക്കുന്നുണ്ടല്ലോ. അതാ പൊങ്ങി നിൽക്കണു. തട്ടി മാറ്റി കേട്ടോ. ഇത് ഒരു കണ്ണ് എഴുതിയിട്ടില്ല അമ്മ, ഒരു കണ്ണ് എഴുതി പൊട്ട് വെച്ചു. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കുറച്ചേരം ഉറക്കശീലം ഉണ്ടാവട്ടെ, പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുക്കട്ടെ. എൻ്റെ ചേച്ചിമാർ വന്ന് മാമൊക്കെ കഴിച്ചിട്ട് പോയി. മാമു കഴിച്ചിട്ട് പോയി ചേച്ചിമാർ മാമ ഇട്ടിട്ട് പോയിന്ന്. മാമുണ്ട്. എന്താണ് കുറേ നേരം ബാബാ ഉറങ്ങിയല്ലോ. അച്ചാർ വിളമ്പി കൊടുക്കുന്ന ആളൊന്നും ഉറങ്ങിപ്പോയി ചേച്ചിമാരൊക്കെ വന്നപ്പോൾ അല്ലേ. ഞാൻ ചോറൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴത്തേന് ആൾ അച്ചാറും പപ്പടമൊക്കെ എടുത്തിട്ട് അതാണല്ലോ അവൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് എടുത്തിട്ട് ആൾ ഫ്രണ്ടിലുണ്ടാവും വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഉറങ്ങിപ്പോയി. ചേച്ചിമാർ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് പോയി കേട്ടോ. അമ്മയും കഴുകിത്തരാം. നമ്മൾ പുറത്തിറങ്ങേണ്ട താമസമുണ്ട്. നമ്മൾ ഡയാന അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. നമ്മുടെ സൗണ്ടായി കേട്ടാട്ടോ ആളെ അവിടെ കിടന്ന് തുറന്നു വിടാൻ വേണ്ടി ഇങ്ങനെ കരയുവാണ്. അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെയിൽ ഇപ്പോഴും ഒരു ശമനയിലാണ്. നല്ല പൊള്ളുന്ന വെയിലിനെ ഇവിടെ നിൽക്കുമ്പോഴത്തുള്ള ആ ഒരു വെയിലിൻ്റെ എഫക്റ്റ് അറിയുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ രാവിലെ കണ്ട പോലെ അല്ല, ചെടികളായാലും കൂടി നല്ല പൊള്ളുന്ന വെയിൽ. അതുകൊണ്ട് തന്നെ ചില നല്ല രീതിയിൽ വാട്ടർ കണ്ടൻ്റൊക്കെ ഉള്ള ചെടിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി തുണിയ പോലെ ആയിട്ടപ്പോൾ കുറച്ച് വെയിലൊക്കെ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വൈകിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കാനൊക്കെ കിട്ടുമ്പോൾ 2 സൈഡ് കുഴപ്പമില്ലാത്ത വെയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ പകലൊക്കെ ആയാലും. അപ്പോൾ നമ്മുടെ ആവണി കൂടി അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിമാരിപ്പോൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചതാ വീണ്ടും പണിക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവർ പോയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ചെറിയ കുറച്ച് പണികൾ കൂടി ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ട് ഗുളിക്കളവ് പോകണ്ട നമുക്കിനി. കാരണം വേറെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചേച്ചിമാരൊക്കെ പണിക്കുണ്ടല്ലോ പറമ്പില്ല. അതുകൊണ്ട് നമുക്കൊരു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് വലിയ പർച്ചേസിംഗ് ഒന്നുമില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളങ്ങനെ പോവുകയാണ്. നമുക്ക് നല്ല വെയിലാണ്, പൊള്ളുന്ന വെയിലാണ്. അപ്പോൾ ഈ ഒരു വെയിലായാൽ പോലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടുള്ള ടിവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടിവിയുടെ നല്ല സൗണ്ടായിട്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തറച്ചുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കട്ടെ. അപ്പോൾ ആളവിടെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാകും. ഇനി കുറച്ച് പണികളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഓൾമോസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്. അപ്പോൾ അതോട് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ അതോട് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.